السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. درس القرآن പ്രതിവാര ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ ചില പ്രത്യേകതകളും സവിശേഷതകളും ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ പറയുകയുണ്ടായി. ആ പ്രാധാന്യങ്ങളും അതിൻ്റെ സവിശേഷതകളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ അധ്യായം നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക. ഇന്ന് നമ്മൾ വായിക്കുന്ന 19-ാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أَوَلَمْ يَرَوْا إِلَى الطَّيْرِ فَوْقَهُمْ صَافَّاتٍ وَيَقْبِضْنَ مَا يُمْسِكُهُنَّ إِلَّا الرَّحْمَنُ إِنَّهُ بِكُلِّ شَيْءٍ بَصِيرٌ. ഈ ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം, അവലം യറൗ, അവർ നോക്കുന്നില്ലേ, ഇല ത്വയ്രി, പക്ഷിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഉപരിഭാഗത്ത് മുകളിൽ അന്തരീക്ഷത്തിൽ പറക്കുന്ന പക്ഷികളെ അവർ നോക്കുന്നില്ലേ. അതാണ് ഫൗഖഹും, അവർക്ക് മുകളിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ, സോഫാത്തിയും വയഖ്ബിളിന, ചിറകുകൾ വിടർത്തിയും കൂട്ടിപ്പിടിച്ചും എന്ന് പറഞ്ഞാൽ അവ പറക്കുന്നതിൻ്റെ രൂപം അള്ളാഹു ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. അവ എങ്ങനെയാണ് പറക്കുന്നത് എന്ന് ആ 2 പദങ്ങളിലുണ്ട്. അങ്ങനെ ഒരു സംവിധാനം അവക്ക് ഏർപ്പെടുത്തിയത് അവയുടെ സൃഷ്ടാവായ അള്ളാഹുവാണ്. മാ യുംസിക്കുഹുന്ന ഇല്ലർ റഹ്മാൻ, റഹ്മാനായ കാരുണ്യവാനായ അള്ളാഹു അല്ലാതെ അവയെ ആ ഉപരിലോകത്ത് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തുന്നില്ല. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അവൻ എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനാകുന്നു. ഈ ആയത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളിലേക്ക്, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് അവയെല്ലാം നോക്കിക്കാണുന്ന മനുഷ്യരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അവലം യറൗ എന്ന് പറഞ്ഞാൽ മനുഷ്യരോടാണ്. അവർക്കാണ് ചിന്താശക്തിയുള്ളത്, അവർക്കാണ് വിശേഷ ബുദ്ധിയുള്ളത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യർക്ക് സാധാരണയായി അവരുടെ മുകളിൽ, അവരുടെ ഉപരിലോകത്ത് അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്ന പല തരത്തിലും പല നിറത്തിലും പല വലുപ്പത്തിലുമുള്ള പക്ഷികളുണ്ടല്ലോ. ആ പക്ഷികളെ അതിലേക്ക് അവർ നോക്കുന്നില്ലേ? അവയുടെ സഞ്ചാരം മനുഷ്യരെ പോലെയല്ലല്ലോ. അവയുടെ സഞ്ചാരം എങ്ങനെയാണ്? അവയുടെ ചിറകുകൾ വിടർത്തിയും കൂട്ടിപ്പിടിച്ചും, അഥവാ അവ പറക്കുകയാണ്. അങ്ങനെ ഒരു സംവിധാനം അള്ളാഹു അതിന് അവർക്ക് നിശ്ചയിച്ചു നൽകിയിരിക്കുകയാണ്. അവ മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, അള്ളാഹു അല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല, താങ്ങി നിർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പക്ഷികൾ എത്രയോ ഉയരത്തിൽ
അവയ്ക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പറക്കുകയും അവിടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ മനുഷ്യർക്ക് സാധിക്കാത്ത ഈ പ്രത്യേകതരം ജീവികളെ അല്ലെങ്കിൽ പക്ഷികളെ അള്ളാഹു അവയ്ക്ക് അവയുടേതായ ഒരു പ്രകൃതം നൽകി അവരെ സൃഷ്ടിച്ച് സംവിധാനിച്ച് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിൽ അവർ സഞ്ചരിക്കുകയും അവയുടെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നത് അവർ കാണുന്നില്ലേ? അവയെ മുകളിൽ ഇങ്ങനെ പറക്കാൻ അവയ്ക്ക് സൗകര്യമൊരുക്കിയത്, അവക്ക് അങ്ങനെയുള്ള ഒരു ഘടന നൽകിയത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് സോഫാത്തിൻ എന്ന് പറഞ്ഞാൽ ചിറകുകൾ വിടർത്തിക്കൊണ്ട്, വയക്ബിലിന അവ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, അങ്ങനെയാണല്ലോ പക്ഷികൾ പറക്കുന്നത്. അപ്പൊ അതൊരു പ്രത്യേക രീതിയിൽ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. താറയത്തീറു, പറക്കുക എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ അവക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ആ ചിറകുകൾ അവ കൂട്ടിപ്പിടിക്കുകയും വിടർത്തുകയും ചെയ്യുന്ന ഒരു രീതി, അത് അള്ളാഹുവാണ് അവരുടെ ശരീരത്തിലും അവരുടെ പ്രകൃതിയിലും സംവിധാനിച്ചത് എന്ന് മനുഷ്യർക്ക് അള്ളാഹു തെര്യപ്പെടുത്തുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഓരോ കാര്യങ്ങളും മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് യഥേഷ്ടം ആലോചിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന അനേകം അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ അവർക്ക് പറക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കി എന്നതിനപ്പുറം അവയ്ക്ക് പറക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള അവയുടെ ശരീരഘടന അള്ളാഹു നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു മനുഷ്യരോട് ചോദിക്കുന്നത്, അവലം യറൗ ഇല ത്വയ്രി ഫൗകഹും, അവർക്ക് മുകളിൽ പറക്കുന്ന പക്ഷികളെ അവർ നോക്കുന്നില്ലേ, അവർ കാണുന്നില്ലേ? തീർച്ചയായും അതിലേക്ക് നോക്കിയാൽ അള്ളാഹുവിന്റെ അനേകം അത്ഭുതങ്ങളിൽ, ദൃഷ്ടാന്തങ്ങളിൽ പലതും അവർക്ക് കണ്ടെത്താൻ കഴിയും. നമുക്കറിയാം ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് സയന്റിഫിക്കായി കണ്ടെത്തുകയും അത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുകയും നമ്മളത് പഠിക്കുകയും ചെയ്തല്ലോ. ആ ഗുരുത്വാകർഷണ ബലം ഈ പക്ഷികൾക്ക് ബാധിക്കാത്ത രൂപത്തിൽ ആകാശത്തിൽ ആ ഗുരുത്വാകർഷണ ബലം ഭൂമിയിൽ നിന്നുള്ള ഭൂഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായി അവ താഴേക്ക് വീഴാതെ, എന്നാൽ മുകളിലേക്ക് പോകുകയോ ചെയ്യാതെ അവയെ പറക്കാൻ ആവശ്യമായ രീതിയിൽ അവയെ സംവിധാനിച്ച ഒരു പ്രത്യേക ഘടന, ആ ഘടനയിൽ അവയുടെ ചിറകുകൾ വിടർത്തിയും കൂട്ടിപ്പിടിച്ചും അവ ആകാശത്തിലൂടെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നത് അവർ കാണുന്നില്ലേ? അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത്? അതാണ് മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാനായ അള്ളാഹു അല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഭൂമിയുടെ പ്രതിഭാസങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഉപരിലോകത്തിലേക്ക് അങ്ങ് ഉയർന്നു പോകാനോ സാധിക്കാതെ അവക്കാവശ്യമായ രീതിയിൽ സഞ്ചരിക്കാൻ അള്ളാഹു അവയ്ക്കുള്ള പ്രകൃതം നൽകിയിരിക്കുന്നു. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അവൻ എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനാകുന്നു എന്ന്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസം സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ അതിന് തയ്യാറുള്ളവർക്ക് തീർച്ചയായും ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ പല അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും കാണാൻ കഴിയും. ആ ദൃഷ്ടാന്തങ്ങളെ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ നല്ല ഭാരമുള്ള ഇവ ആകാശത്തുനിന്ന് താഴേക്ക് വീഴണമല്ലോ. പക്ഷേ എത്ര ഭാരമുണ്ടെങ്കിലും എത്ര വലിയ പക്ഷികളാണെങ്കിലും അവ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം അവക്ക് ഏർപ്പെടുത്തിയത് നിങ്ങളാരുമല്ല, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ പുറമെ ആരാധിക്കുന്ന ദൈവങ്ങളുമല്ല, മറിച്ച് അത് അള്ളാഹു മാത്രമാണ്. മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ. എന്ത് കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടിപ്പിലെയും ദൃഷ്ടാന്തങ്ങളെ മനുഷ്യർക്ക് മുമ്പിൽ പടച്ചവൻ അവതരിപ്പിക്കുന്നത്. ഇനി രണ്ടാമത് അള്ളാഹു ചോദിക്കുന്ന അഥവാ ഇതേ ആശയത്തിൽ തന്നെ സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു ഈ കാര്യം ഒന്നുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, അലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജവ്വിസ് സമാഇ, ആകാശത്തിന്റെ അന്തരീക്ഷത്തിൽ
ദൈവികമായ കൽപ്പനക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളെ അവർ കാണുന്നില്ലേ? മാ യുംസിക്കുഹുന്ന ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ, തീർച്ചയായും വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന്. അപ്പൊ ഇങ്ങനെ കേവലം അള്ളാഹുവിന്റെ ഒരു കൽപ്പനയായി നിങ്ങൾ അവനിൽ വിശ്വസിക്കണം എന്നല്ല പറയുന്നത്. അള്ളാഹുവിന്റെ കഴിവിനെ നിങ്ങൾക്ക് കാണാവുന്ന അറിയാവുന്ന രൂപത്തിലൊക്കെ അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും നിങ്ങളത് കണ്ടറിയുകയും ചെയ്യുന്നു. അവന്റെ പ്രപഞ്ചത്തിലെ അവന്റെ അനവധി ദൃഷ്ടാന്തങ്ങളെ, സൃഷ്ടിപ്പിൽ അത്ഭുതങ്ങളെ നിങ്ങൾ കണ്ടെത്തുകയും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനും അവനിൽ വിശ്വസിക്കാനുമുള്ള ദൃഷ്ടാന്തങ്ങളാണ് എന്നാണ് അള്ളാഹു മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഈ ആയത്തില് നേർക്കുനേരെയുള്ള അതിന്റെ അർത്ഥം, അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും, നിങ്ങളെ സഹായിക്കാൻ ഏതൊരു സൈന്യമാണ് ഉള്ളത്, മിൻ ദൂനിർ റഹ്മാനി, അള്ളാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കാൻ ഏതൊരു സൈന്യമാണ്, എന്തൊരു സഹായമാണ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടാനുള്ളത്? ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. യഥാർത്ഥത്തിൽ ഈ അവിശ്വാസികൾ വഞ്ചനയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. കാരണം അവർക്ക് ചിന്തിച്ചാൽ അറിയാലോ, അള്ളാഹുവിന്റെ ഈ അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ അവർക്കറിയാം പല ശിക്ഷകളും അല്ലെങ്കിൽ അപകടങ്ങളോ അല്ലെങ്കിൽ വിപത്തുകളൊക്കെ ഉണ്ടാകുമ്പം ആരാണ് അവരെ രക്ഷപ്പെടുത്താനുള്ളത്? അവരുടെ ഭൗതികമായ ഐശ്വര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത്? ഇതൊക്കെ യഥാർത്ഥത്തിൽ ആലോചിച്ചാൽ അതൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്നും ഇനി അവരെ സഹായിക്കാനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നൊക്കെ അവർക്കറിയാമല്ലോ. ചിന്തിച്ചു നോക്കിയാൽ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താ അറിയോ? മക്കയിലെ മുശ്രിക്കുകൾക്ക് തങ്ങളുടെ സമ്പത്തിലും അതുപോലെ തന്നെ ശക്തിയിലുമൊക്കെ അഹങ്കരിക്കുന്നവരായിരുന്നു അവർ. ഒരുപാട് സ്വത്തുക്കളും സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് ഒരു അഹങ്കാരമായി കാണുന്നവരായിരുന്നു അവർ. മാത്രമല്ല തങ്ങളുടെ ആരാധ്യന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ തങ്ങൾ ആരാധിക്കുന്ന തങ്ങളുടെ ദൈവങ്ങൾ അവർ തങ്ങളെ സഹായിക്കുമെന്നും അവർ ജൽപ്പിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അഹങ്കാരത്തിന് അവർക്ക് ഒരു കാരണമായത് അവർ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന അവരുടെ ഈ ദൈവങ്ങളൊക്കെ അവരെ സഹായിക്കുമെന്ന ഒരു ജൽപ്പനം, അങ്ങനെ അവർ വിശ്വസിക്കുക. പക്ഷെ അള്ളാഹു ചോദിക്കട്ടോ ഈ ആയത്തില്, അങ്ങനെയാണെങ്കിൽ അവിടെ ആ വിശ്വാസം ശരിയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ, അവർക്ക് എന്തെങ്കിലും ഒരു വിപത്ത് സംഭവിച്ചാൽ ആരാണ് അവരെ സഹായിക്കാനുണ്ടാവുക? അവരീ പറയുന്ന ദൈവങ്ങൾ അവരെ സഹായിക്കാൻ എത്തുമോ? ഒരിക്കലുമില്ല. അപ്പൊ അള്ളാഹുവിന് പുറമേ എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ അവിശ്വാസവും അക്രമവും എല്ലാം അവർ തുടരുമ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരിവിടെ അവശേഷിക്കുന്നത്. അല്ല എങ്കിൽ അവരുടെ ധിക്കാരവും നിഷേധവും നിമിത്തം എന്നോ അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നെത്തിയേനെ. അപ്പൊ അങ്ങനെ വന്നെത്തിയാൽ ആരാണ് അല്ലെങ്കിൽ ഏതൊരു സൈന്യമാണ് അവരെ സഹായിക്കാനുണ്ടാവുക? മിൻ ദൂനിർ റഹ്മാൻ, അള്ളാഹുവിന് പുറമെ. അപ്പൊ ഇങ്ങനെ യഥാർത്ഥത്തിൽ അവരുടെ ധിക്കാരവും നിഷേധവും ഒക്കെ അതിരുകവിഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ആ കാരുണ്യം, കാരണം അവന്റെ കാരുണ്യം എല്ലാവരെയും വലയം ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു തന്നെ പറയുന്നത്. റഹ്മത്തി വസിഅത് കുല്ല ശൈ, എന്റെ കാരുണ്യം എല്ലാറ്റിനെയും വലയം ചെയ്തിരിക്കുന്നു. നല്ലവർക്കും ദുഷ്ടർക്കും എല്ലാവർക്കും അവന്റെ കാരുണ്യം ലഭിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതല്ലാതെ മറ്റെന്തൊരു സഹായമാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് എന്ന് അള്ളാഹു അവരോട് ചോദിക്കുമ്പോൾ സത്യം അവർക്കറിയാം, ആ ദൈവങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല എന്നൊക്കെ. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ആ വിശ്വാസം സമ്പൂർണമല്ല. ആ അള്ളാഹുവിൽ അവർ ചിലരെയൊക്കെ പങ്കു ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾ ആ പങ്കു ചേർക്കുന്ന നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങൾക്ക് വല്ല ആപത്തും വന്നെത്തുമ്പോൾ അവർ നിങ്ങളെ സഹായിക്കാൻ വരുമോ? ഒരിക്കലുമില്ല. എന്നിട്ട് അള്ളാഹു തന്നെ പറയാണ്, ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ,
യഥാർത്ഥത്തിൽ ഈ സത്യനിഷേധികൾ അവർ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പൈശാചികമായ ഒരു തിന്മയിൽ അവർ അകപ്പെട്ടു പോയിരിക്കുകയാണ്. അല്പം ചിന്തിച്ചു മനസ്സിലാക്കിയാൽ അവർക്ക് ഈ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ബോധ്യപ്പെടും എന്ന് അള്ളാഹു വളരെ കൃത്യമായി പറയുകയാണ്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖഹു ബല്ലജൂ ഫീ ഉതുവിൻ വനുഫൂർ. ഈ ആയത്തിൽ അള്ളാഹു അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? അമ്മൻ ഹാദല്ലദീ യർസുഖുകും, ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഉണ്ടാവുക, നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ ആരാണുള്ളത്? ഇൻ അംസക റിസ്ഖഹു, അവന്റെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഉപജീവനം അവൻ നിർത്തിയാൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുവാനുണ്ടാവുക? അവരോടൊരു ചോദ്യമാണ്, ലളിതമായൊരു ചോദ്യം. ആ ചോദ്യം അവരോട് മാത്രമല്ല, ഈ ലോകത്തിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന എല്ലാവരോടുമുള്ളൊരു ചോദ്യം. അപ്പൊ ഇതൊക്കെ അള്ളാഹുവാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് മനുഷ്യർക്ക് അറിയാം. അപ്പൊ അള്ളാഹു അത് അറിയുന്ന മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വീണ്ടും ചോദിക്കുകയാണ്, ഈ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന അവന്റെ ഉപജീവനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉപജീവനമാണ് നമ്മൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് നൽകുന്നത്. അതവൻ നിർത്തിയാൽ, നിങ്ങൾക്ക് തടഞ്ഞു വെച്ചാൽ ആരാണ് നിങ്ങൾക്ക് ആ ഉപജീവനം നൽകുക? ആർക്കും നൽകാൻ കഴിയില്ല. നിസ്സഹായരാണ് മനുഷ്യർ. മാത്രമല്ല, നിങ്ങൾ ഈ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾക്കും അവ നേടിത്തരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നതാണ് അള്ളാഹു പറയുന്നത്. ഈ ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും അന്നം നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു ആ ഉപജീവനം ആർക്കാകട്ടെ, മനുഷ്യർക്ക് എന്നല്ല, ആർക്കും അത് നിർത്തിവെച്ചാൽ പിന്നെ ആ ഉപജീവനം ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക? നോക്കൂ നിങ്ങൾ, ആർക്കും മനസ്സിലാകാവുന്ന രൂപത്തിൽ ലളിതമായി അള്ളാഹു അവനല്ലാത്തവരെ ആരാധിക്കുന്ന മനുഷ്യരോട് പ്രത്യേകമായി ചോദിക്കുകയാണ്. ആ ദൈവങ്ങൾക്കൊന്നും ഒരു കഴിവുമില്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന ആർക്കും യാതൊരു കഴിവുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അവർക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹു ചെയ്യുന്ന ഈ കാര്യങ്ങളിലൊന്നും അവർക്കൊന്നും യാതൊരു പങ്കുമില്ല. ഇത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. എന്നിട്ടും അവർ സത്യത്തെ ധിക്കരിച്ചും വെറുത്തുകൊണ്ടും ആണ് അവർ ജീവിക്കുന്നത്. ബൽ ലജ്ജു ഫീ ഉതുവിൻ വനുഫൂർ. അല്ലാഹു പറയാ ബൽ, പക്ഷേ ലജ്ജു അവർ മുഴുകിയിരിക്കുകയാണ്, ഫീ ഉതുവിൻ അവർ ധിക്കാരത്തിൽ, വനുഫൂർ വെറുപ്പിലും. ഈ സത്യത്തോടുള്ള ധിക്കാരത്തിലും അതിനോടുള്ള വെറുപ്പിലും മുഴുകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ദാരിയാത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്, നിങ്ങളിൽ നിന്ന് അവൻ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, അവരിൽ നിന്ന് അള്ളാഹു ഉപജീവനം ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരെന്നെ ആഹരിപ്പിക്കണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു നമ്മളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് യാതൊന്നും ഉദ്ദേശിക്കുന്നില്ല. ബൽ, പക്ഷെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണ്? ഇന്നല്ലാഹ, അള്ളാഹു പറയട്ടോ, ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, അവനാണ് എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മതീൻ, അവനാണ് കഴിവുള്ളവൻ. അപ്പൊ ശരിയായ ശക്തി, കഴിവുള്ളവൻ അള്ളാഹുവാണ്. അവനാണ് എല്ലാവർക്കും ഉപജീവനം നൽകുന്നവൻ. അതവൻ നിർത്തിവെച്ചാൽ ഒരാൾക്കും ആ ഉപജീവനം നേടിത്തരാൻ അവർക്ക് സാധിക്കുകയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? അപ്പൊ അള്ളാഹു നിങ്ങളുടെ മേൽ എത്രമാത്രം വലിയ റഹ്മാനാണ്, കാരുണ്യമാണ് അവൻ ചെയ്യുന്നത് എന്നും, അതുകൊണ്ട് ആ അള്ളാഹുവിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നും, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നുമൊക്കെ ഒരു ശാസ്ത്രീയമായ രൂപത്തിൽ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു മനുഷ്യരോട് ചോദിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ന് നമ്മൾ വായിച്ച അവസാനത്തെ അഥവാ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാട്ടോ, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം.
അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദ, തങ്ങളുടെ മുഖങ്ങളിൽ നടന്ന് നിലംകുത്തി വീഴുന്ന രൂപത്തിൽ നടന്നു പോകുന്നവനാണോ ഏറ്റവും സന്മാർഗം പ്രാപിച്ചവൻ? അമ്മൻ യംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലൂടെ ശരിയായി സഞ്ചരിക്കുന്നവനാണോ? അതല്ല മുഖത്തിലൂടെ സഞ്ചരിച്ച് വളഞ്ഞും അല്ലെങ്കിൽ വീണും ഒക്കെ പല നിലക്ക് സഞ്ചരിക്കുന്നവനാണോ യഥാർത്ഥത്തിൽ മാർഗദർശനം ലഭിച്ചവൻ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് മനുഷ്യനോട്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ പല വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് അള്ളാഹുവിനെയും അവന് പുറമെ മറ്റു പലരെയും ഒക്കെ ആരാധിച്ച് അവരിൽ പലതും കഴിവുണ്ടെന്ന് വിശ്വസിച്ചൊക്കെ നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നതാണോ? അതല്ല, യഥാർത്ഥമായ എല്ലാ കഴിവുമുള്ള അള്ളാഹുവിൽ വിശ്വസിച്ച് ശരിയായ രൂപത്തിൽ അവനെ ആരാധിക്കുന്നതാണോ യഥാർത്ഥത്തിൽ ശരി? തീർച്ചയായും ആ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവനാണ് ഏറ്റവും സന്മാർഗം പ്രാപിച്ചവൻ. അഹ്ദ എന്നാ ഖുർആൻ പറഞ്ഞത്. അഹ്ദ എന്ന് പറഞ്ഞാൽ ഏറ്റവും നേരായ മാർഗത്തിലുള്ളവൻ അവനാണ്. അതാണ് ഇതിന്റെ ഒരു വിശദീകരണം. അതോടൊപ്പം തന്നെ ഈ സത്യനിഷേധികൾ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക അവരുടെ മുഖത്തിലായിരിക്കും അവർ നടന്നു വരിക. എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസികളാകട്ടെ അവരവരുടെ സാധാരണ പോലെ കാലുകളിലും നടന്നു വരും. ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നമ ഉലൈക ശർറും മകാനം വഅളല്ലു സബീലാ. ഖുർആൻ പറയാട്ടോ, അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം, തങ്ങളുടെ മുഖങ്ങളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ ആരോ? എവിടേക്ക്? ഇലാ ജഹന്നമ, നരകത്തിലേക്ക്. അപ്പൊ നരകത്തിലേക്ക് തങ്ങളുടെ മുഖങ്ങളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പരലോകത്ത് മുഖത്തിൽ നടന്നു വരുന്ന ആളുകൾ. അവരെവിടേക്കാ വരിക അറിയോ? ആ വരവ് കണ്ടാൽ തന്നെ അറിയാം, ഇലാ ജഹന്നമ, അവർ നരകത്തിലേക്കാണ്. അത് അവരുടെ അടയാളമാണ്. അവർ നരകവാസികളാണ് എന്നതിന്റെ അടയാളമാണ്. അത് അവർക്കുള്ളൊരു നിന്ദ്യത കൂടിയാണ്. എന്നിട്ട് അള്ളാഹു പറയാ, അങ്ങനെയുള്ള ആളുകൾ ഉലൈക ശർറും മകാനം വഅളല്ലു സബീലാ, അവരാണ് ഏറ്റവും വഴിപിഴച്ചവരും ഏറ്റവും മോശപ്പെട്ടവരുമായ ആളുകൾ. നോക്കൂ നിങ്ങൾ, ഈ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബികളിൽ ചിലർ നബി തിരുമേനിയോട് ചോദിച്ചു, നബിയെ, മുഖങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യന് നടന്നു വരാൻ കഴിയുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് രണ്ട് കാലുകളിൽ മനുഷ്യൻ നടന്നു പോകുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഇനി ഏതെങ്കിലും ഒരു സർക്കസുകാർ വ്യായാമം ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ പ്രാക്ടീസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? അവർ രണ്ട് കൈകളിൽ കുറച്ചൊക്കെ നടക്കും. എന്നാൽ സ്ഥിരം നടക്കാനൊന്നും അതിനും കഴിയില്ലല്ലോ. അതൊരു അസാധാരണമായ ഒരു വ്യായാമത്തിലൂടെ അല്ലെങ്കിൽ പരിശീലനത്തിലൂടെ സാധിക്കുന്ന കാര്യം. പക്ഷെ മുഖം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ, മുഖത്തിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് നിന്ദ്യതുമായ ഒരു കാര്യമാണെന്ന് മാത്രമല്ല, അത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. സഹാബികൾ നബി തിരുമേനിയോട് ഈ കാര്യം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അതിന് മറുപടി കൊടുത്തത് എന്താ അറിയോ? എങ്ങനെയാണ് മുഖങ്ങളിൽ അവർ സഞ്ചരിക്കുക എന്ന് ചോദിച്ചപ്പം, അലൈസല്ലദി അംശാഹു അല റിജ്ലൈനി ഫിദ്ദുനിയ, ദുനിയാവിൽ അവര് രണ്ട് കാലുകളിൽ നടത്തിയവൻ ഖാദിറൻ, കഴിവുള്ളവനല്ലയോ? അല അൻ യുംശിയഹു അല വജ്ഹിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുടെ മുഖങ്ങളിൽ അവരെ നടത്താൻ കഴിവുള്ളവനല്ലേ? നോക്കൂ നിങ്ങൾ, നമ്മളെ ഈ ലോകത്ത് രണ്ട് കാലുകൾ നമുക്കറിയില്ലല്ലോ. അത് നമ്മൾ സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നമുക്ക് അതിൽ അത്ഭുതം തോന്നുന്നില്ല. അപ്പൊ ഭൂമിയിൽ മനുഷ്യരെ ഈ രണ്ട് കാലുകളിൽ നടത്തിയവനായ അള്ളാഹുവിന് പരലോകത്ത് അവരെ മുഖത്തിൽ നടത്താൻ കഴിവുള്ളവനല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അവന് കഴിയുന്നർത്ഥം. അത് അന്ന് മാത്രം കാണാൻ കഴിയുന്ന ഒരു കാര്യം, സത്യനിഷേധികൾക്ക് ഒരു അപമാനമായി സംഭവിക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ മനുഷ്യർ കാണുന്ന ചില ദൃഷ്ടാന്തങ്ങളിലേക്ക് അവന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവന് മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അന്നം നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവനാണോ നേർമാർഗത്തിൽ പല വഴിക്ക് പോകുന്നവനാണോ എന്നൊരു ചോദ്യം തീർച്ചയായും വളരെ യുക്തിഭദ്രമായ രൂപത്തിൽ മനുഷ്യർക്ക് മുമ്പിൽ ഈ വചനങ്ങൾ അള്ളാഹു അവതരിപ്പിക്കുമ്പം
ചിന്തയും വിവേചനശേഷിയുമുള്ള മനുഷ്യനെ സംബന്ധിച്ച് ആലോചിക്കൽ അനിവാര്യമാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ അള്ളാഹുവിലേക്ക് എല്ലാ മനുഷ്യരും എത്തിപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.